കോർ i7 പ്രോസറിനേക്കാൾ പവർഫുള്ളായ കോർ i5 പ്രോസർ ആണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അത് നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ പോകുമ്പോൾ ഒരു 1 lakh ആ ലെവലിലുള്ള ലാപ്പ് വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നത് 12650H അല്ലെങ്കിൽ 12700 കോർ i7 12700H എന്നുള്ള പ്രോസർ വരുന്ന ലാപ്ടോപ്പുകളായിരിക്കും. അതിലേറെ ബെറ്റർ ആണ് കോർ i5 13500HX വരുന്ന പ്രോസർ. കാരണം എന്താ വെച്ചാൽ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ i7ഉം ഈ i5 13500HX കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ പെർഫോമൻസ് കിട്ടുന്നത് i5 13500HX എന്ന പ്രോസറിനാണ്. HX എന്ന വിഭാഗം തന്നെ വരുന്നത് വർക്ക് സ്റ്റേഷൻ സംബന്ധിച്ചുള്ള മിനി വർക്ക് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. HX പ്രോസറാണ്. അത്രയും പെർഫോമൻസ് നമുക്ക് കൂടുതൽ കിട്ടും. അതുപോലെ കോഡ്സ് ആയാലും ത്രെഡ്സ് ആയാലും കൂടുതലാണ്. കോർ i5 13500HX ഏകദേശം 14 കോർസാണ് വരുന്നത്. i7 ഏകദേശം 10 കോർ വരുന്നുള്ളൂ. 4 കോർ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതിന്റെ പെർഫോമൻസ് കൂടുതൽ കിട്ടും. അതേപോലെ TGP അല്ലെങ്കിൽ MGP എന്ന് പറയും, മാക്സിമം ടർബോ പവർ. അത് i5 വരുന്നത് 157 വാട്ടാണ്. i7 ഏകദേശം 115 വാട്ട് ആ ലെവലിൽ വരുന്നുള്ളൂ. അപ്പോൾ അതിന്റെ ഒരു പെർഫോമൻസ് നമുക്ക് ലാപ്പിൽ കിട്ടും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത് Acer Predator Helio Neo 16 കോർ i5 13500HX പ്രോസർ, 16GB RAM, 512 SSD, ഗ്രാഫിക്സ് കാർഡ് RTX 4050, 6GB ഗ്രാഫിക്സ് കാർഡാണ് ഇതിൽ വരുന്നത്. അതുപോലെ 125 Hz ഡിസ്പ്ലേ. ഈ ഒരു മോഡൽ ലാപ്പ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഈ ഒരു വർക്ക് സ്റ്റേഷൻ ലാപ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നേരമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു മോഡലാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.